പാറശാല തിരിച്ചുപിടിക്കാൻ BJP കളത്തിലിറക്കിയിരിക്കുന്നത് യുവ സ്ഥാനാർത്ഥിയായ യുവമുഖമായ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാറിനെയാണ്. ഗിരീഷ് എന്നോടൊപ്പം ചേരുന്നു. ഇടത് വലത് മുന്നണികൾ മാറി മാറി സ്ഥാനാർത്ഥിയായി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം, അവിടേക്കാണ് ഒരു യുവമുഖമായ ഒരു പ്രദേശത്ത് നിന്നുള്ള ഒരു യുവമുഖത്തെ NDA കളത്തിലേക്ക് ഇറക്കുന്നത്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? പ്രതീക്ഷകൾ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടുകാരനായിട്ടുള്ള എന്റെ ജീവിതം അറിയാവുന്ന എന്റെ നാട്ടുകാരായിട്ടുള്ള ജനങ്ങളും അതുപോലെ എന്റെ വിദ്യാർത്ഥി സമൂഹവും ഒക്കെ ഈ നാട്ടില് ഒരു വികസനം കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ BJP-ക്കാർ മാത്രമല്ല, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്ന് അവർ പലരും പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. CK ഹരീന്ദ്രൻ ഹാട്രിക് അടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം UDF ഈ മണ്ഡലം തിരിച്ചുപിടിക്കും 2016 ശേഷം എന്നാണ് പറയുന്നത്. അവിടെ NDA മുമ്പോട്ട് വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്താണ്, പ്രത്യേകിച്ച് ഈ പാറശാലയ്ക്ക് വേണ്ടി? പാറശാലയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ നാട്ടിലെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിന് രാഷ്ട്രീയത്തിന്റെ അന്ധത ബാധിക്കാത്ത, എല്ലാവർക്കും ഒരു വരിയിൽ നിൽക്കുന്ന അവസാന ആളിനാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ആശയം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ നഗരങ്ങളിൽ ലഭ്യമാകുന്ന എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഗ്രാമത്തിന്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് സാധ്യമാക്കണം. അത് അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ്. പാറശാലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം. പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് കുടിവെള്ളമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കുടിവെള്ളം ആഴ്ചയിൽ ഒരു ദിവസമോ മാക്സിമം പോയ 2 ദിവസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. പല സ്ഥലങ്ങളിലും സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുന്നത്തുകാല ഒരു പ്രദേശത്ത് പോയ സമയത്ത് അവിടെ ഇൻപേഷ്യന്റ് സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോ ആ ഇൻപേഷ്യന്റ് സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു ബിൽഡിംഗ്, ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ്, എന്നാൽ ഇൻപേഷ്യന്റ് സംവിധാനം അവിടെ നിർത്തലാക്കിയിരിക്കുകയാണ്. മുൻപുണ്ടായിരുന്നതിനെ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്നതിൽ നിന്നും കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് നടത്തിക്കൊടുക്കലാണ് ജനപ്രതിനിധിയുടെ കടമ എന്ന് പറയുന്നത്. അതിനു പകരം ഉണ്ടായിരുന്ന സൗകര്യം പോലും നിർത്തലാക്കുന്നതാണോ കടമ? അത്തരത്തിൽ അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങൾ, ഇവർ കൊടുത്ത വാഗ്ദാനങ്ങൾ ഭൂരിഭാഗവും അവർ പരിഹരിച്ചിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ടെക്നോളജിക്കും വിദ്യാഭ്യാസത്തിനും വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഇവിടത്തെ യുവാക്കൾക്കും അമ്മമാർക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും സാധ്യമാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവരാൻ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ആ ഉറപ്പ് എന്റെ ജീവിതത്തിലൂടെ അവർക്ക് ഇതിനകം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കഴിയുവാൻ സാധിക്കുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു. അതെ, 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാറശാലയിൽ നടക്കുന്നത്. കേരളത്തിന്റെ തെക്കേയറ്റത്ത് കിടക്കുന്ന പാറശാല നിയോജക മണ്ഡലം അത് ഏത് വിധേനയും ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDA, ഹാട്രിക് വിജയം നേടാൻ ആവുമെന്ന പ്രതീക്ഷയിൽ LDF. അത്തരത്തിലാണ് പാറശാലയുടെ രാഷ്ട്രീയ ചിത്രം ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വ്യക്തമാകുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.